ഭരണകൂട മൗനത്തിനെതിരെ രോഷക്കടലായി യുവത്വം. ദില്ലിയിൽ ചരിത്രം കുറിച്ച് ചലോ സൻസദ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തോറ്റുകൊടുക്കാതെ വിദ്യാർത്ഥികളും സോനം വാങ്ചുക്കും. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്കായി ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം ഭരണകൂടത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തകർത്തെറിഞ്ഞ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും 21 ദിവസമായി അനിശ്ചിതകാലം നിരാഹാരം അനുഷ്ഠിച്ച ലഡാക്കിന്റെ ജനനായകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസിനെ ഉപയോഗിച്ച് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഉപ്പുവെള്ളം മാത്രം കുടിച്ച് 21 ദിവസം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് 9 കിലോയോളം ശരീരഭാരം കുറഞ്ഞു. ആശുപത്രി കിടക്കയിലും അദ്ദേഹം തന്റെ നിരാഹാരം തുടരുകയാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ ചികിത്സ നൽകരുതെന്ന് വാങ്ചുക്കിന്റെ കുടുംബം അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അടിച്ചമർത്തലുകൾ പ്രതിഷേധത്തിന്റെ ആവേശം കെടുത്തുകയല്ല, മറിച്ച് അഗ്നിയായി ഇരട്ടിക്കുകയാണ് ചെയ്തത്. ലഡാക്കിന്റെ സംരക്ഷണത്തിനായി കഠിനമായ -ഡിഗ്രി തണുപ്പിൽ ക്ലൈമറ്റ് ഫാസ്റ്റ് നടത്തുകയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ഉറപ്പാക്കാനായി ജനങ്ങളെ അണിനിരത്തുകയും ചെയ്ത ചരിത്രമാണ് സോനം വാങ്ചുക്കിനുള്ളത്. ഹിമാലയൻ പരിസ്ഥിതിയെയും ഗോത്ര സംസ്കാരത്തെയും കാക്കാൻ ശബ്ദമുയർത്തുന്ന അദ്ദേഹം ഇത്തവണ രാജ്യത്തെ അനീതിക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജൂൺ 28-ന് നിരാഹാരം തുടങ്ങിയത്. പോലീസിനെ ഉപയോഗിച്ച് വാങ്ചുക്കിനെ മാറ്റി സമരം അവസാനിപ്പിക്കാമെന്ന് കരുതിയ പോലീസിന്റെയും സർക്കാരിന്റെയും തന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് പിന്നീട് തലസ്ഥാനത്ത് കണ്ടത്. വാങ്ചുക്കിനെ അനാവശ്യമായി നിയമവിരുദ്ധ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും തങ്ങൾക്ക് വിശ്വാസമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ആരോപിച്ച് ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി അഗ്മോ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയെങ്കിലും വാങ്ചുക്കിന്റെ കുടുംബത്തിന് കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ടുകൾ നൽകണമെന്ന് നിർദ്ദേശിച്ചു. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ ഭയത്തിൽ നിന്നും നീതികേടിൽ നിന്നുമുള്ള ഇന്ത്യയുടെ 2ാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വാങ്ചുക്ക് വിശേഷിപ്പിച്ചത്. ചെറിയൊരു കൂട്ടം വിദ്യാർത്ഥികളെ തടഞ്ഞാൽ സമരം അവസാനിക്കുമെന്ന പോലീസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സംഘാടകരായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത് ദീപ്കയുടെയും AASC ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചലോ സൻസദ് പാർലമെന്റ് മാർച്ച് ഡൽഹിയെ യുവസമുദ്രമാക്കി. സുരക്ഷാ സന്നാഹങ്ങളും ബാരിക്കേഡുകളും മറികടന്ന് പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ചെറുകൂട്ടങ്ങളായി പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്തേക്ക് ഇരച്ചെത്തുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ജലപീരങ്കിയും കടുത്ത ബലപ്രയോഗവും ഉണ്ടായി. നേതാക്കളായ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ 100-ലധികം വിദ്യാർത്ഥികളെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പരീക്ഷാ സമ്പ്രദായത്തിൽ സുതാര്യമായ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെടുന്ന ഈ ജനകീയ സമരത്തോട് കേന്ദ്ര സർക്കാരും ഡൽഹി സംസ്ഥാന ഭരണകൂടവും കടുത്ത മൗനത്തിലാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം അടിച്ചമർത്തൽ തന്ത്രം ഉപയോഗിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തെ വിദ്യാർത്ഥി രോഷം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും വാങ്ചുക്കിനെ തടവിലാക്കിയാലും നീതിക്ക് വേണ്ടിയുള്ള ഈ വിദ്യാർത്ഥി മുന്നേറ്റം അവസാനിക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ജന്തർ മന്ദറിൽ നിന്നും ഉയരുന്നത്. അവകാശങ്ങൾക്കായി പോരാടുന്ന ഈ യുവത്വത്തിനൊപ്പം നമ്മളും നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരു ജനാധിപത്യ ജനകീയ രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയകൾ സുതാര്യമാവണം. ആർക്കെങ്കിലും വേണ്ടി ഏണിചാരി വെക്കലാവരുത് നമ്മുടെ വിദ്യാഭ്യാസയ്ക്ക് രീതിശാസ്ത്രം. രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, വിദ്യാഭ്യാസത്തെ അതിലേക്ക് ആരും ചാൽവെട്ടി ഒഴുക്കരുത്. അങ്ങനെ വന്നാൽ രാഷ്ട്രം എന്നതിന്റെ അടിസ്ഥാന ശിലകൾക്ക് സ്ഥാനഭ്രംശമുണ്ടായേക്കാം. ഈ പോരാട്ടത്തിന്റെ കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം ന്യൂസ്.